അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? നമുക്കറിയാം, ഓരോരോ സ്വലാത്തിൻ്റെ ഫലങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ, ഓരോരോ സ്വലാത്തിൻ്റെ ഗുണങ്ങളിങ്ങനെ അറിയുമ്പോഴേ ശരിക്കും 24 മണിക്കൂറും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ തോന്നൂലേ? കാരണം അത്രത്തോളം ഫലങ്ങളാണല്ലോ പടച്ച റബ്ബ് ഓൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള അമലായ, നമ്മുടെ നേതാവിൻ്റെ മേലുള്ള അമലായിട്ടുള്ള സ്വലാത്തിന് നൽകുന്നത് അല്ലേ? അത്രത്തോളം വലിയ ഗുണങ്ങളും ഫലങ്ങളുമാണ്. പടച്ച റബ്ബ് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നമ്മുടെ നേതാവിനെ സ്നേഹിക്കാൻ, അവിടുത്തെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുള്ള മഹാഭാഗ്യം, തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ശരിക്കും സ്വലാത്ത് ചൊല്ലുമ്പോൾ ഓരോരോ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട്, ഓരോരോ ഫലങ്ങൾ അറിഞ്ഞിട്ട് ചെല്ലുമ്പോൾ നമുക്കൊന്നും കൂടെ ഒരു ഊർജം, ഒന്നുകൂടെ ഒരു എനർജി ആയിരിക്കില്ലേ? ഒന്നുകൂടെ എനർജറ്റിക്കായിട്ട് നമുക്ക് സ്വലാത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയില്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താ അറിയോ? അവിടുന്ന് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യദിനത്തിൽ ഖിയാമത്ത് നാളിൽ നിങ്ങളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ, നിങ്ങളിൽ എന്നോട് ഏറ്റവും അടുത്ത ആളുകൾ ഇഹലോകത്ത് വെച്ച്, ദുനിയാവിൽ വെച്ച് കൂടുതൽ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. വെള്ളിയാഴ്ച രാവിലും അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകലിലും എൻ്റെ മേൽ ആര് സ്വലാത്ത് ചൊല്ലിയാവും അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ 100 ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. അതിൽ 70 ആവശ്യങ്ങൾ ആഖിറത്തിൽ വെച്ചായിരിക്കും പടച്ച റബ്ബ് പൂർത്തീകരിച്ചു കൊടുക്കുക. 30 ആവശ്യങ്ങൾ ദുനിയാവിൽ വെച്ചും. അതുപോലെ തന്നെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അവൻ ചൊല്ലുന്ന സ്വലാത്തിനെ എന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു മലക്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പാരിതോഷികം നിങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് പോലെ തന്നെ എൻ്റെ ഖബറിലും പ്രവേശിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഒരു മലക്ക് ആരാണ് സ്വലാത്ത് ചൊല്ലിയത്, ആ ആളുടെ പേര്, അതുപോലെ തന്നെ കുടുംബം, തറവാട് എല്ലാം എനിക്ക് അറിയിച്ചു തരുന്നതും, അങ്ങനെ ഈ സ്വലാത്തിനെ എൻ്റെ അടുക്കൽ ഒരു വെള്ളയേടിൽ ഞാൻ സ്ഥിരപ്പെടുത്തുന്നതുമാണ് എന്ന് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മഹാനായ ബൈഹഖി ഇമാമൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ സ്വലാത്തിൻ്റെ പവർ, സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ ഒരു വെയിറ്റ് എത്രത്തോളമാണ്. ഇത് നമ്മൾ എത്രത്തോളം ചൊല്ലുന്നോ അത്രത്തോളം ഗുണമാണല്ലോ. ശരിക്കും ഒരു സ്വലാത്ത് ചൊല്ലിയാലുള്ള പ്രോസസ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ, അതിൻ്റെ ഒരു പ്രൊസീജിയറാണ് പറഞ്ഞത്. നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലുമ്പോൾ എത്രത്തോളം ഫലങ്ങളാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഗുണങ്ങളായിരിക്കും അല്ലേ നമുക്ക് ലഭിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ 1000 സ്വലാത്തുകളുടെ സന്തോഷവുമായിട്ട് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് മലക്ക് ചെന്ന് പറയും, ഹബീബെ, അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് ഇന്നാലിന്ന സ്ഥലത്തെ ഇന്നാലിന്ന വ്യക്തിയുടെ മകൻ, അല്ലെങ്കിൽ ഇന്നാലിന്ന കുടുംബത്തിൽപ്പെട്ട ഇന്നാലിന്ന ആള് ഇത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഹബീബെ. അപ്പോൾ ആ ഹബീബിനുണ്ടാകുന്ന ആ ഒരു സന്തോഷം അതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിൻ്റെ യഥാർത്ഥ ഉമ്മത്തീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള മഹാഭാഗ്യം പടച്ച റബ്ബ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.